നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് അഭിജിത്ത് വിജയൻ. മെനിഞ്ഞാൻ തന്നെ ഒരു കക്ഷി വന്ന് കാണുന്നു. ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്രചോദനമായത് ആ ഒരു കക്ഷിയാണ് എന്നുള്ളത് ഞാൻ 100% ഉറപ്പായും പറയാം. മറ്റൊന്നുമല്ല, ആ കക്ഷി വന്ന് എന്നെ കണ്ടിട്ട് പറയും, സാറേ, ഞാൻ കഴിഞ്ഞ 2 മാസം മുന്നേ ഞാനൊരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഞാനൊരു അപേക്ഷ നൽകിയതാണ്. പക്ഷെ യാതൊരുവിധ അന്വേഷണമോ അല്ലെങ്കിൽ യാതൊരുവിധ നടപടിയോ അതിന് സ്വീകരിച്ചിട്ടില്ല. ഞാൻ മെനിഞ്ഞാന്നും പോയപ്പോ അവർ പറയുന്നത്, എന്താണ് ഇത്രയും ഫയൽസ് പിടിച്ചിരിക്കുന്നത് കണ്ടോ, ഈ ഫയൽസിന് ഉള്ളിലാണ് നിങ്ങളുടെ ഫയൽ, ഇതെല്ലാം ചെയ്തു തീർത്തിട്ടേ നിങ്ങളത് ചെയ്യാൻ പറ്റൂ. എന്റെ പൊന്ന് സാറുമാരെ, പിന്നെ നിങ്ങൾ എന്തിനാണ് സർക്കാരിന്റെ ശമ്പളവും മേടിച്ച് അവിടെ ഇരിക്കുന്നത്? ഇത്രയും ഫയൽസ് അവിടെ ഇരിക്കുന്നത് ഈ പാവപ്പെട്ട ജനങ്ങൾ കാരണമാണോ? നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കറക്റ്റ് ചെയ്യാത്തത് കൊണ്ടല്ലേ അങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്? ഈ ദുർബലരായ അല്ലെങ്കിൽ ഫിനാൻഷ്യലി പുറകിലോട്ടുള്ള ആളുകളെല്ലാം എത്ര പ്രാവശ്യം അവിടെ കയറി ഇറങ്ങാൻ ചെലവില്ലേ, വണ്ടിക്കൂലിയില്ലേ, അന്നത്തെ അവരുടെ ദിവസത്തെ വരുമാനം മാറ്റിവെച്ചല്ലേ അവർ നിങ്ങളിലേക്ക് കടന്നു വരുന്നത്? നിങ്ങൾ അത് മിനിമം മര്യാദയ്ക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ? ഇനി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഈ 5 കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു വെച്ചോണം. ഈ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണ്ടി ജോലി ചെയ്യാനാണ് അവരിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് ഏത് ആളുടെ മുന്നിലാണോ അയാൾക്കൊരു ഹയർ ഓഫീഷ്യൽസ് ഉണ്ടാവും. അദ്ദേഹത്തിന് ഒരു പരാതി നൽകുക. നിങ്ങൾ ഈ കീഴുദ്യോഗസ്ഥന് പരാതി നൽകി, പക്ഷേ യാതൊരുവിധ നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. താങ്കൾ അർജന്റായിട്ട് ഇതിൽ ഇടപെടണം. 1. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എത്രയും പെട്ടെന്ന് 2025 വിവരാവകാശ നിയമപ്രകാരം ഒരു വിവരാവകാശം അങ്ങോട്ട് പെടയ്ക്കുക. ഫ്രം നിങ്ങളുടെ പേര് ടു ആർക്കാണോ നൽകേണ്ടത്, വിവരം നൽകേണ്ടത് ആരാണ് അദ്ദേഹത്തിന്റെ പേര്, കാര്യങ്ങളെല്ലാം വെച്ചിട്ട് സബ്ജക്റ്റും കൊടുക്കുക. നിങ്ങൾ എന്ന് പരാതി കൊടുത്തു, അതിന് നിങ്ങൾ എന്ത് തീരുമാനമെടുത്തു എന്നുള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ആ വിവരാവകാശത്തിൽ വെച്ച് അങ്ങോട്ട് കൊടുക്കുക. ഞാൻ ഇപ്പൊ കൊടുത്തത് ആ ഒരു വിവരാവകാശമാണ്. അതിലൊരു തീരുമാനം അവരെടുത്തില്ലെങ്കിൽ വ്യക്തമായി അതിലൊരു തീരുമാനം എടുപ്പിക്കാൻ എനിക്കറിയാം. അടുത്തത്, 3ാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, എത്രയും പെട്ടെന്ന് തന്നെ ആ സർക്കാർ ഓഫീസിന്റെ പുറകിലോട്ട് അല്ലെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങിയതിനു ശേഷം അവിടെ ഒരു വിജിലൻസിന്റെ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് ഐഡന്റിറ്റി ഒക്കെ വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആ ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ട് തന്നെ ആ വിജിലൻസിന്റെ നമ്പറിൽ വിളിച്ചിട്ട് പറയാം, ഞാൻ ഇത്രാം തീയതി പരാതി നൽകിയതാണ്, പക്ഷെ യാതൊരു നടപടിയും അതിനെടുക്കുന്നില്ല, അതിന് വേണ്ടിയിട്ടുള്ള എന്തായാലും ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ എന്ന് വിജിലൻസിൽ വിളിച്ച് പറയാം. അവർ അടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് വിടും, അവർ ആക്ഷൻ എടുത്തിരിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഏറെക്കുറെ അവര് തീരുമാനമായിക്കൊള്ളും. ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. നിങ്ങൾ ഭയക്കരുത്. ഇനിയും തീരുമാനമായില്ലെങ്കിൽ നിങ്ങൾ വക്കീലിനെ കണ്ട് നോട്ടീസ് അയക്കുക. അതിനും മുകളിലായി അവസാന മാർഗമാണ്. അവസാന മാർഗത്തിലേക്ക് പോകേണ്ടി വരത്തില്ല, അതിന് മുന്നേ മുട്ടുമടക്കും. എന്നിരുന്നാലും പണി കൊടുക്കണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ആർട്ടിക്കിൾ 226 പ്രകാരം ഒരു റിട്ട് അങ്ങ് ഫയൽ ചെയ്യുക ഹൈക്കോടതിയിൽ. അതോടുകൂടി എന്ത് ചെയ്യും, പടം മടങ്ങും. അതുകൊണ്ട് നിങ്ങളാരും പേടിക്കരുത്. നിങ്ങളുടെ അവകാശം നേടിയെടുക്കാനാണ് നിങ്ങൾ സർക്കാർ ഓഫീസിലേക്ക് കയറുന്നത്, അല്ലാതെ അവര് പറയുന്ന കണക്ക് നിങ്ങൾ കയറി ഇറങ്ങാനല്ല. ഓക്കെ, താങ്ക് യു.